ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ വലിയ ഗതാഗതക്കുരുക്കിന്റെ വാർത്തയിലേക്കാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ ഗതാഗതക്കുരുക്കാണ്. അത് മണിക്കൂറുകളോളം നീണ്ടുന്നു, 12 മണിക്കൂറും കടന്നു പോകുന്നു എന്നുള്ളിടത്താണ് വലിയ പ്രതിസന്ധിയായി മാറിയത്. യാത്രക്കാരെല്ലാവരും കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായുള്ളത്. അമൽ, ഇതിൽ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കൊടുത്തു, പക്ഷേ കൊടുക്കാത്ത എത്രയോ പ്രതികരണങ്ങളുണ്ട്. സാധാരണക്കാരായ യാത്രക്കാർ, അവർ പല ആവശ്യങ്ങൾക്ക് പോകുന്നവരുണ്ട്, എയർപോർട്ടിലേക്ക് പോകുന്നവർ, ആശുപത്രിയിലേക്ക് പോകുന്നവർ, അങ്ങനെ അതുപോലെ പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാതെ കഷ്ടപ്പെടുന്നവർ, ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ കുടുങ്ങി റോഡിൽ കിടക്കേണ്ടുന്ന അവസ്ഥ, ദുസ്സഹമായൊരു സാഹചര്യം. ഇത് ഇന്നലെ പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്ര വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യം അതെന്തായിരുന്നു അമൽ? അനുജ, ഏതായാലും ഈ ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിരവധിയായ ആളുകളാണ് പ്രയാസം അനുഭവിച്ചത്. പ്രത്യേകിച്ചും എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടത്. ഏതായാലും ഈ ഒരു സ്ഥിതിയുടെ അടിസ്ഥാനപരമായ കാരണമായി നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും ഉയർത്തിക്കാട്ടുന്നത് ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ്. ഈ 4 ഇടത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് മുരിങ്ങൂര്, ചിറയങ്കര്, അമ്പല്ലൂര്, പേരാമ്പ്ര എന്നിവിടങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. പക്ഷേ ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിൻ്റെ ഭാഗമായി തൊട്ടടുത്തുണ്ടായിരുന്ന സർവീസ് റോഡുകൾ നേരെയാക്കുവാനോ അല്ലെങ്കിൽ അത് യാത്രായോഗ്യമാക്കി മാറ്റുവാനോ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് യാത്ര ഇത്രമേൽ സുഗമമല്ലാത്ത രീതിയിലാവുകയും ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ബ്ലോക്കിൻ്റെ അത്രയും ശക്തമായിട്ടുള്ള ബ്ലോക്കുകളൊന്നും ഇതുവരെയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലയിടങ്ങളിലും ശാന്തമായി നിൽക്കുകയാണ്. പക്ഷേ ചിലയിടങ്ങളിൽ മാത്രം, അതായത് മുടിക്കോട് പോലുള്ള ഭാഗങ്ങളിൽ കുറച്ച് ബ്ലോക്ക് നിൽക്കുന്നുണ്ട്. അവിടെ അടിപ്പാതയുടെയും മറ്റും പണി നടക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായി സ്ഥിരമുണ്ടാകുന്ന ബ്ലോക്കുകളെ തുടർന്നാണ് ഇപ്പോൾ അവിടെയും ബ്ലോക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം കോട്ട ഭാഗത്ത് നിന്ന് ചെറിയ വണ്ടികൾ, ഇരുചക്ര വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകണമെന്നൊരു അഭ്യർത്ഥന ജനങ്ങളോട് പോലീസ് വെച്ചിട്ടുണ്ട്. നിർബന്ധിതമായി ആരെയും വഴിതിരിച്ച് വിടുന്നില്ല. അതേസമയം രാവിലെ മുരിങ്ങൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ അതും വഴിതിരിഞ്ഞു പോകണമെന്ന് രാവിലെ തന്നെ പോലീസ് നിർദ്ദേശം കൊടുത്തതാണ്. രാവിലെ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്തതുമായിരുന്നു. അപ്പോൾ നെടുമ്പാശ്ശേരി വഴി തിരിഞ്ഞു പോകാനുള്ള വാഹനങ്ങൾ മുരിങ്ങൂരിൽ നിന്നാണ് പോകുന്നത്. അതായത് ഇന്ന് 6 കിലോമീറ്ററോളം ഈ ബ്ലോക്ക് ഉണ്ടായിരുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ബ്ലോക്ക് 6 കിലോമീറ്ററോളം കൂടി നിന്നിരുന്ന ഡിവൈൻ പാലത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തെ മാത്രമാണ് വഴിതിരിച്ച് വിടുന്നത്. അത് രാവിലെ മുതൽ തന്നെ അവിടെ നിന്ന് ആളുകളെ വഴിതിരിച്ച് വിടുന്നുണ്ടായിരുന്നു. അതേ തുടർന്നാണ് 11 മണിയോട് കൂടി ഈ ബ്ലോക്കിന് ഒരു ശമനം ഉണ്ടായത്. ഏതായാലും ഇന്ന് 5 മണിക്ക് ശേഷം വാഹനങ്ങളെല്ലാം കൂടുതലായിട്ട് നിരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ബ്ലോക്ക് ഉണ്ടാകുമോ എന്നൊരു ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട്. ഏതായാലും നിലവിൽ സ്ഥിതി ഗുരുതരമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോഴും പലതരത്തിലുള്ള ക്രമീകരണങ്ങളുമായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും മുന്നോട്ട് പോയി. അതായത് അമലിപ്പോ എറണാകുളത്തേക്കൊക്കെ എത്തേണ്ടുന്നവർക്ക് മറ്റ് ബദൽ നിർദ്ദേശങ്ങൾ, ബദൽ മാർഗങ്ങൾ പറയുകയാണോ അധികൃതർ? അനുജ, ഏതായാലും ഈ ഒരു ബദൽ മാർഗങ്ങൾ പറയാൻ വൈകിപ്പോയി എന്നതാണ് ഈ പ്രശ്നത്തെ ഇത്രമേൽ രൂക്ഷമാക്കി തീർത്തത്. പക്ഷേ ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോകാനുള്ളവർക്ക് അത് രാവിലെ തന്നെ ബ്ലോക്ക് ഉണ്ടാകുകയും വാർത്തകൾ വലിയ രീതിയിൽ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഡിവൈഎസ്പിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. മുരിങ്ങൂരിൽ നിന്ന്, അതായത് ബ്ലോക്ക് പ്രത്യക്ഷമായി കിടക്കുന്ന ചാലക്കുടി ഭാഗത്തിൻ്റെ അടുത്തുള്ള മുരിങ്ങൂരിൽ നിന്ന് വണ്ടികൾ തിരിച്ചുവിടേണ്ടതുണ്ട്. അതും ചരക്ക് വാഹനങ്ങളൊന്നുമല്ല, ഈ അത്യാവശ്യമായിട്ട് എയർപോർട്ടിലേക്കും മറ്റും പോകാനുള്ള വാഹനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ നിർദ്ദേശം ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ പാലിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ബ്ലോക്കിനൊരു ശമനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായി പോയത്. പക്ഷേ ഇത്തരത്തിലുള്ള ബദൽ നടപടികളെല്ലാം മുന്നേ സ്വീകരിക്കേണ്ടതല്ലായിരുന്നോ എന്നാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ചും അടിപ്പാത നിർമ്മാണത്തിന് മുന്നേ തന്നെ വേണമായിരുന്നു ഈ സർവീസ് റോഡുകളുടെ നിർമ്മാണം നടത്തേണ്ടിയിരുന്നത്. പക്ഷേ സർവീസ് റോഡുകളുടെ നിർമ്മാണം നടത്തിയില്ലെന്ന് മാത്രമല്ല, അടിപ്പാതകളുടെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ റോഡ് പണിയുമായി ഈ സർവീസ് റോഡിന്റെ അവസ്ഥയൊക്കെ ശോചനീയമാണ്. അതിന് ഒപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഒരു ലോറി മറിയുകയും പിന്നീട് അതിലെ തടികൾ അവിടെ ചിതറിക്കിടക്കുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് ഇന്നിപ്പോൾ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയത്, അല്ലേ?
അനുജ, ഈ തടി ലോറി മറിഞ്ഞത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ബ്ലോക്ക് ഉണ്ടായത്. പക്ഷേ ഇന്നലെ രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് പട്ടാമ്പിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ഒരു തടി ലോറി ഈ സർവീസ് റോഡിൽ, അതായത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയുടെ സർവീസ് റോഡിൽ മറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സർവീസ് റോഡിൽ ഉണ്ടായിരുന്ന കുഴിയിൽ വീണാണ് ഈ ലോറി മറിയുകയും ആ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ സർവീസ് റോഡിൽ ആകെ ചിതറിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് യാതൊരു തരത്തിലുള്ള അപായവും ഉണ്ടായില്ല. പക്ഷേ ഈ ലോറിയും തടിയും എല്ലാം അവിടെ നിന്ന് നീക്കുവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ സർവീസ് റോഡുകളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ്. നമ്മളിപ്പോൾ അവിടെയുള്ള ചില പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോഴെല്ലാം ദേശീയപാത അതോറിറ്റിയെ വിളിക്കാൻ ശ്രമിക്കും, കേരളത്തിലുള്ള അവരുടെ ഓഫീസുകളിലേക്ക് വിളിക്കാൻ ശ്രമിക്കും. പലപ്പോഴും ഫോൺ ആരും അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷേ പിന്നീട് ഈ ഫോൺ എടുത്താലും വേണ്ട വിധത്തിലുള്ള മറുപടി നൽകാറില്ല. അത്തരത്തിൽ ദേശീയപാത അതോറിറ്റി ഒരു പ്രശ്നം അറിയിക്കുമ്പോൾ അവർ ഒട്ടും ക്രിയാത്മകമായല്ല ഇടപെടുന്നത് എന്നൊരു ആരോപണം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും ഇന്ന് 5 മണിക്ക് ശേഷം ഈ പ്രദേശത്തെ 4 ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ചേർന്ന് ഈ ഭാഗത്ത് വെച്ച് അവിടെ ഒരു പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് സമീപവാസികളുടെ ഇപ്പോഴത്തെ ശ്രമം. അനുജ.